ഹലോ ഹൗസ് ഓഫ് നാഷ് ധുരന്തർ ദ റിവെഞ്ച് അത് ഇന്ന് റിലീസായി. ഐ മീൻ വേൾഡ് വൈഡ് റിലീസ്, നോർമൽ റിലീസ് നാളെയാണ്. പക്ഷേ ഇന്ന് 18th പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നല്ലോ, അതുണ്ടായി. അതെന്തായാലും ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന മൂവിയായിരുന്നു. കാരണം ഫേവറേറ്റ് എൻ്റെ എല്ലാ സ്റ്റാർസും അതിനകത്തുള്ളതാണ്. എല്ലാവരും അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് എനിവൺ ഹു ഹാവ് വാച്ച് ധുരന്തർ 1 അറിയാം. ആദിത്യധർ ഡയറക്റ്റ് ചെയ്തു. പുള്ളി തന്നെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. പുള്ളി തന്നെ റൈറ്റ് ചെയ്തു. ജിയോ സ്റ്റുഡിയോസ്, B62 സ്റ്റുഡിയോസ്, അങ്ങനെ 2-3 സ്റ്റുഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം റിലീസാക്കിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ അവരാണ് ചെയ്തിരിക്കുന്നത്. രസകരമായ സിനിമയാണോ ചോദിച്ചാൽ രസകരം. 1-2 കാര്യങ്ങൾ രസമായിട്ടുണ്ട്. അതിലൊന്നാണ് 3 hours 55 minutes, 3 മണിക്കൂർ 55 സെക്കൻഡ് ഉണ്ട് ഈ സാധനം. പക്ഷെ അത് ബോറടിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഉള്ള കാര്യം പറയാം. നോ സ്പോയിലേഴ്സ്, ബട്ട് ഐ വോണ്ട് ഗിവ് സ്പോയിലേഴ്സ്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു വിൽ ഡു ദാറ്റ്. ഐ വോണ്ട് ആ ഒരു കാണുന്ന സ്പോയിൽ ചെയ്യത്തില്ല. ഐ വോണ്ട് ഗിവ് സ്പോയിലേഴ്സ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ട്രെയിലർ കണ്ടിട്ട് മൂവി കാണാൻ പോകുന്ന ആളുമല്ല. ഇഫ് ഐ വോണ്ട് വാച്ച് എ മൂവി, ഐ വാച്ച് ഇറ്റ് ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് ഞാൻ പോയി ട്രെയിലർ കാണും. കാരണം എന്നെപ്പോലെ സിനിമ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇതിങ്ങനത്തെയാണ്, ഈ സീൻ വരുമ്പോൾ അത് അങ്ങനെയാകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് വാച്ച് ട്രെയിലേഴ്സ്. ദാറ്റ് ഈസ് ഹൗ ഐ ഡു വാച്ച് മൂവീസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ട്രെയിലർ കണ്ടാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഞാൻ ട്രെയിലർ പിന്നെയാണ് കണ്ടത്. ഈ 3 മണിക്കൂർ 55 മിനിറ്റ് നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ബോറൊന്നും അടിച്ചില്ല. പക്ഷേ ചെറിയ ലാഗ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ 1 ഉണ്ടായിരുന്ന പോലെ തന്നെ ചെറിയ ലാഗ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. നെയിൽ ബൈറ്റിംഗ് ആണോ ചോദിച്ചാൽ നെയിൽ ബൈറ്റിംഗ് എന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒത്തിരി സസ്പെൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായ സസ്പെൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾ മൈ ഫേവറേറ്റ്സ്. സഞ്ജയ് ദത്ത് ഓഫ് കോഴ്സ് പറയേണ്ട കാര്യമില്ല. മാധവൻ, രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, രാകേഷ് ബേഡി, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെയൊക്കെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയാണ്. ഒത്തിരി ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട് കേട്ടോ. പടം ഇപ്പോൾ തീരും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തീരത്തില്ല. കുറച്ച് നീണ്ട് പോകും. പുള്ളി അതെങ്ങനെ റിവെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് മെയ്ഡ് ഹിം ഡു ഓൾ ദീസ് തിങ്സ്, ഹൗ ഡിഡ് ഹി കം ടു ദിസ് പൊസിഷൻ ഓഫ് ബീയിങ് ആൻ ഇന്ത്യൻ ഏജൻറ്റ് ആകാൻ വേണ്ടി ഒരു പൊസിഷനിലേക്ക് എങ്ങനെ വന്നു. മറ്റേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, പുള്ളി ഓൾറെഡി അവിടെ വന്ന് ഇറങ്ങുന്നതായിട്ടാണല്ലോ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത്. ഇതെങ്ങനെ അവിടത്തേക്ക് എത്തി, പുള്ളി ഹൗ വാസ് ഹിസ് ട്രെയിനിങ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട് നിർത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മൊത്തം വയലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. നല്ല വയലൻസ് ആകട്ടെ, ആവശ്യമില്ലാതെ വയലൻസ് കാണിക്കുകയല്ല, ആവശ്യമില്ലാത്ത ബ്ലഡ് ഷെഡ് കാണിക്കുകയല്ല. ശരിക്കും അവർ പ്രോപ്പർലി വയലൻസ് കാണിക്കുന്നുണ്ട്. കാണിക്കേണ്ടടുത്ത് നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. കൊച്ചു പിള്ളേരായിട്ട് കാണാൻ പോകണോ എന്നുള്ള കാര്യം ഐ ഡൗട്ട്. കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇറ്റ്സ് എ 16+, 18+ മൂവിയാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഒരു മൂവിയാണ് ഇത്. ബോറൊന്നും അടിക്കത്തില്ല. ഇത്രയും കാലം കാത്തിരുന്നതിൽ അത് ബോറടിക്കാതെ തന്നെ കണ്ടിരുന്നു. പക്ഷേ ഫസ്റ്റ് പോലെ അത്രയും നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം. അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം. പിന്നെ എന്താ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് മാസീവ്. പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി പഴയ ബോളിവുഡ് സോങ്സ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പാട്ടൊക്കെ റീമിക്സ് ആണ്. തമ്മ യോഗി അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട്, അതറിയാമായിരിക്കും. ഥാനേദാർ സഞ്ജയത്തിൻ്റെ മൂവി. പിന്നെ ഒത്തിരി മൂവീസിൽ നിന്നും മുകളിൽ എടുത്തിരിക്കുന്ന പാട്ടുണ്ട്. പിന്നെ അക്ഷയ് ഖന്നെ നമ്മൾ മിസ് ചെയ്യും. പുള്ളിയുടെ സ്വാഗ് വേറൊരാൾ അതുപോലെ ചെയ്യാനൊക്കെ ശ്രമിച്ചു, ഒത്തില്ല. വിനോദ് ഖന്നയുടെ മോൻ ചെയ്യുന്ന പോലെ ഒത്തില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ പടം കണ്ടതിന് ശേഷം ലെറ്റ് മീ നോ എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തതെന്നുള്ളത്. പക്ഷേ എനിവേ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, വെരി ഗുഡ് എൻ്റർടൈനർ, പ്രോപ്പർ ബോളിവുഡ് മസാല മൂവി. ആവശ്യത്തിന് അടി പിടി വെട്ടുകൂത്ത്, നല്ല എന്താ പറയുക, ഒത്തിരി തെറിവിളിയൊക്കെ ഉണ്ട് കേട്ടോ. ലോട്ട് ഓഫ് അബ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഹിന്ദി നന്നായിട്ട് അറിയാവുന്നവർക്ക്, ഹിന്ദിയും പഞ്ചാബിയൊക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. പലന്തോട് പിക്ചർ ഹേ. ആൻഡ് നല്ല വയലൻസ് ഉണ്ട്. സോ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും എനിക്കൊന്ന് പറയാം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇറ്റ്സ് എ വെൽ മെയ്ഡ് മൂവി, സൂപ്പർ ക്രാഫ്റ്റഡ് ആണ്. പിന്നെ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു ഇയർലി സാധനം കാണിക്കുന്നുണ്ട്. 91 കാണിക്കുന്നുണ്ട്, 2011 കാണിക്കുന്നുണ്ട്, 2006 കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ വണ്ടികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടികളെക്കുറിച്ച് അറിയാവുന്നവർ ട്രോൾ ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട്
അവരെന്താണ് ചെയ്തിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാത്തിൻ്റെയും ലോഗോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം ലക്ഷറി വണ്ടികളാണ്, എല്ലാത്തിൻ്റെ ലോഗോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്, ഇത് ഏത് വണ്ടിയാണ്, ഇത് അതുപോലെ ഇരിക്കുന്നല്ലോ, അത് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ആയാലും ശരിയല്ല, ലോഗോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലൊക്കെയാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മേ ബി അത് അത്രയും ക്രിസ്പായിട്ട് സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനത്തെ ഡീറ്റെയിൽസുകൾ വളരെ നന്നായിട്ടുണ്ട്. സൗണ്ട് ഇസ് ലൈക്ക് അമേസിങ്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. Cinematography, yes, of course. So altogether I would say like Dhurandhar is more or less the same like the old one itself. So if you have liked the first one, you'll definitely go and watch the second one also. കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇറ്റ് ഈസ് വർത്ത് എ വാച്ച് എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ഐ മിസ് അക്ഷയ് ഖന്ന ഫോർ ഷുവർ. ഐ എം ഷുവർ എല്ലാവരും കാണുന്നവർ അത് തന്നെയായിരിക്കും പറയുന്നത്. അക്ഷയ് ഖന്ന, റഹ്മാൻ ബലോച്ച്, അദ്ദേഹത്തെ നമ്മൾ മിസ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. എനിവേ ഐ ഗീവ് 4 out of 5 ഫോർ ദുരന്തർ ദ റിവെഞ്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് താഴോട്ട് പറയുക. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. താങ്ക് യു.